ഞാനത് ഈ മതേതര കൂട്ടായ്മ അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ അഭിമാനമാണ്. അവരെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ഏത് സംഘർഷം ഉണ്ടായാലും അവരൊരുമിച്ച് നിന്ന് അതിമനോഹരമായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കും. വിദ്വേഷ പ്രചരണത്തിനെതിരായി, മതസൗഹാർദ്ദത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന ഈ തലസ്ഥാന നഗരിയുടെ മുഖങ്ങളാണ് ഇവരെല്ലാവരും. അവർ വന്ന് എന്നെ അനുഗ്രഹിച്ചതിലുള്ള നന്ദി ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അവരുടെ സ്വപ്നം ഒരു വിദ്വേഷ പ്രചരണവും ഇല്ലാത്ത ഒരു മതേതര കേരളമാണ്. ആ മതേതര കേരളം സൃഷ്ടിക്കാൻ അവരുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അവരുടെ വാക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, എല്ലാ വിദ്വേഷ പ്രചരണത്തെയും, എല്ലാ മതവിദ്വേഷത്തെയും, എല്ലാത്തിനെയും ശക്തിയായി എതിർക്കുമെന്നുള്ള വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഉറച്ചു നിൽക്കും. അതാണ് എനിക്ക് ഈ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ളത്. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സംസ്ഥാനത്തുടനീളം എല്ലാ മതവിശ്വാസികളും ഉൾപ്പെട്ടവർ നടത്തിയ പ്രാർത്ഥന കൂടിയാണ് എൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചുമതല കിട്ടിയപ്പോൾ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു ദൈവ നിയോഗം കൂടിയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു ഡിവൈൻ അസൈൻമെൻ്റായി, ദൈവ നിയോഗമായി തീർച്ചയായും കൊണ്ടു നടക്കും, ഒരു സംശയമില്ല. അല്ല, ഞാൻ ഒരു കാര്യമുണ്ട്, ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും വലിയ എക്സ്ചക്കറിനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും നോക്കില്ല, ഏത് കാറാണ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം തൽക്കാലം കാറൊന്നും പുതിയതൊന്നും വേണം. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയും. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രയേ പാടുള്ളൂ പറഞ്ഞു. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇതിന് മുമ്പ് പോയവരെയൊന്നും പരിഹസിക്കുകയൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. 1. 2, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മുകളിലിരിക്കുന്നവർ അല്ലേ, കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ക്ലിയറാണ്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ നമ്മുടെ താഴെയുള്ളവർ മുഴുവൻ കാണിക്കും. അതിനുള്ള ശേഷി കേരളത്തിലെ ഖജനാവിനില്ല. താങ്ക് യു. നിയുക്ത മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ആത്മീയ ആചാര്യന്മാരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാം തന്നെ കണ്ട ശേഷം മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിച്ചു. അതിന് പിന്നാലെ VD സതീശനും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തിന്റെ മുഖമായ ഒരുപാട് പേരാണ് ഇവരെല്ലാം. കേരളത്തിന്റെ ഒത്തൊരുമയാണ് കാണിക്കുന്നത്. അവരൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഒടുക്കം പറഞ്ഞ കാര്യമാണ് അല്ലേ, ഈ എസ്കോർട്ട് വാഹനങ്ങൾ, അകമ്പടി വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വാഹനങ്ങൾ മതി എന്നുള്ളതാണ്. എന്നെ ആ രീതിയിൽ കാണാനാണ് ജനങ്ങൾക്കിഷ്ടം എന്നുകൂടി പറയുന്നു കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.